ഇത്രയും ദിവസം അമേരിക്ക ഇറാന്റെ സൈനിക ബേസുകളിലും അതല്ലെങ്കിൽ ഇറാന്റെ മൊബൈൽ ലോഞ്ചറുകളിലും ഒക്കെ ആയിരുന്നു ആക്രമണം നടത്തിയിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി അമേരിക്കയുടെ ആക്രമണങ്ങളെ ഇറാന്റെ സിവിലിയൻസിന് നേരെ അവിടുത്തെ ഹോസ്പിറ്റലുകൾക്ക് നേരെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ഏകദേശം 35ഓളം ആളുകളാണ് കഴിഞ്ഞ 2-3 ദിവസത്തിനിടയ്ക്ക് സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ ഇറാനിൽ മരണപ്പെട്ടിട്ടുള്ളത്. 7 സൈനികരും മരണപ്പെട്ടിട്ടുണ്ട്. ഇനി ഇന്നലെ പുലർച്ചെ നടന്നിട്ടുള്ള ആക്രമണത്തിൽ അഹ്വാസിലെ ബഫ് ക്യാൻസർ ഹോസ്പിറ്റൽ, കുട്ടികളുടെ ക്യാൻസർ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് വരെ മിസൈലുകൾ അമേരിക്കയുടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ രോഗികളെ മൊത്തം ഒഴിപ്പിക്കുന്ന വീഡിയോസും അതിൻ്റെ അവിടുത്തെ ഡോക്ടർ സംസാരിക്കുന്ന വീഡിയോസും എല്ലാം വന്നിട്ടുണ്ട്. انفجارهای متعدد 4 بار پشت سر هم زد طوری بود که کلا موج گرفت داخل و بیمارا حتی ایشون هم که اگه از تخت اومده بودن بیان پایین کلا واقعا موجش خیلی سنگین. در مورد بیماران صحبت رو برای اینجا بیمارایی هست. بیمارای سرطانی بیمارای خاصن که همشون با یه ഇപ്പോൾ അവിടെ ഏകദേശം 200-ലധികം പേഷ്യൻസിനെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അത്രയും ഗുരുതരാവസ്ഥയിലുള്ള കുറച്ച് പേഷ്യൻസ് മാത്രമാണ് ഇപ്പോൾ അവിടുത്തെ ICUയിലുള്ളത്. ബാക്കിയുള്ള എല്ലാ ആളുകളെയും മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ആക്രമണം സിവിലിയൻസിൻ്റെ അടുത്തോട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളുടെ അടുത്തോട്ടും ഒക്കെ അമേരിക്കയുടെ ആക്രമണങ്ങൾ വരുമ്പോൾ ഇനി ഇറാനും തിരിച്ച് ആ രീതിയിലോട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യാൻ പോകുന്നത് വീണ്ടും നമ്മുടെ GCC രാജ്യങ്ങളിൽ തന്നെ ആയിരിക്കും. ഇറാൻ വിചാരിക്കുകയാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സിവിലിയൻ കേന്ദ്രങ്ങളിലൊക്കെ അവർ ആക്രമിക്കുകയാണെങ്കിൽ ഇനി ഞങ്ങൾ എന്തിന് അമേരിക്കൻ ബേസുകളിൽ മാത്രം ആക്രമിച്ചുകൊണ്ടിരിക്കണം? അതായത് അമേരിക്കയ്ക്ക് ബേസ് തുറന്നു കൊടുത്ത രാജ്യങ്ങളും ഞങ്ങളുടെ ശത്രുരാജ്യങ്ങളായിട്ട് ഇറാൻ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ അവിടുത്തെ രാജ്യങ്ങളുടെ മറ്റ് സ്ഥലങ്ങളിലോട്ടും ആക്രമണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചാൽ മതി ഈ യുദ്ധം ഏത് രീതിയിലോട്ടാണ് ഇനി മാറാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് എന്താ പറയുക, നമ്മളാരും GCCയിലുള്ള ആരും നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. അത് ഇതിലൂടെയൊക്കെ മിസൈലുകൾ പോകുന്നുണ്ട്, ബേസുകളിൽ വീകുന്നുണ്ട്. ബേസുകൾ കൂടുതലും ഈ എഡ്ജ്, അതായത് ബോർഡർ ഏരിയകളിലാണ്. അവിടെ വീണോട്ടെ, നമ്മൾ അറിയുന്നില്ല. അവിടെ വികയെ പൊളിയെ പൊട്ടാണ്ടിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ. അതൊന്നും മാറി പുറത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ യുദ്ധത്തിന്റെ ആദ്യത്തെ വേവിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദുബായിലെ ഡേറയിലേക്കും അതുപോലെ തന്നെ ദുബായിയുടെ മറ്റേ പാം ജുമേരയിലൊക്കെ മിസൈലുകളും ഡ്രോണുകളും വന്നിരുന്നു. അന്ന് അവിടുത്തെ എവിടെയായിരുന്നു, ബുർജൽ അറബിലോട്ടായിരുന്നു. ഇവിടെയൊക്കെ അതിൻ്റെ സൈഡിലോട്ടൊക്കെ അറ്റ്ലാന്റിസിലുണ്ട്. അവിടെയൊക്കെ മിസൈലുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്രോണുകൾ വന്ന് അവിടെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ഇനി അഗെയിൻ തിരിച്ച് ഇറാനിലോട്ട് ഇതേപോലെ അമേരിക്ക ആക്രമണം നടക്കുകയാണെങ്കിൽ ഇനി അവിടുത്തെ സിവിലിയൻ കേന്ദ്രങ്ങളിലോട്ടും അല്ലെങ്കിൽ ടെഹ്റാനിലോട്ട് ഇതുവരെ വലിയ രീതിയിൽ ആക്രമണം നടന്നിട്ടില്ല. ഇന്നലെ ടെഹ്റാനിലെ കോമൺ സ്പേസുകളിലോട്ടൊക്കെ അമേരിക്കയുടെ മിസൈൽ ആക്രമണങ്ങൾ വന്നിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ജോർദാനിൽ നിന്നും അതുപോലെ തന്നെ കുവൈറ്റിൽ നിന്നും ബഹ്റൈനിൽ നിന്നും. ഈ 3 രാജ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾ കൂടി എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ആക്രമണം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് IRGCയുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി എല്ലാം, അതായത് ഒരു തരത്തിലുള്ള ചർച്ചയും കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പോകുന്നില്ല. നിങ്ങളെ നേരിട്ടടിക്കുക, അതായത് നിങ്ങളുടെ ബേസുകൾ മാത്രമല്ല, അതല്ലാണ്ട് ഞങ്ങൾക്ക് പ്രതിരോധിക്കണം, ഞങ്ങൾക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും അടിച്ചു കളയും എന്നുള്ള അവസ്ഥ. കാരണം ഈ പറഞ്ഞ GCC രാജ്യങ്ങളിൽ നമ്മൾ ഈ കാണുന്ന അമ്പരചുംബികളായിട്ടുള്ള വലിയ വലിയ എന്താ പറയുക ബിൽഡിങ്ങുകളും വലിയ വലിയ മോളുകളും കാര്യങ്ങളും ഒക്കെ അമേരിക്കയുടെ ഒരു വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുള്ള രാജ്യങ്ങളാണ്. ഇപ്പം UAE എടുത്തോ, സൗദി എടുത്തോ, ഖത്തർ എടുത്തോ, ഏത് രാജ്യങ്ങളെടുത്തോ അതൊക്കെ അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പല ഇതിലുമുണ്ട്. ഈ ആമസോണിൻ്റെ ഡാറ്റാ സെൻറ്ററുകൾ പോലത്തെ അല്ലെങ്കിൽ അവിടുത്തെ വലിയ വലിയ മോളുകളിൽ കൂടുതലും, അതും ട്രംപിൻ്റെ നേരിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുള്ള ഒരുപാട് ബിസിനസ്സുകൾ ഇപ്പോൾ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പം ഇനിയിപ്പം ഇറാൻ വിചാരിക്കുകയാണ് ഇനിയിപ്പം ബേസുകൾ മാത്രമല്ല അങ്ങോട്ടും കൂടെ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്തംഭിച്ചു പോകുന്നൊരവസ്ഥയിലോട്ടാണ് ഇത് പോകുന്നത്. ഇപ്പം US പ്രസിഡന്റ് ഇങ്ങനെ വന്ന് നമ്മളോട് പറയുന്നുണ്ടല്ലേ, എല്ലാം തീർന്നു, അവരുടെ മൊബൈൽ മിസൈൽ ലോഞ്ചറുകളൊക്കെ ഏതാ കംപ്ലീറ്റ്ലി അടിച്ച് ഞങ്ങൾ തകർത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാനില്ല എന്ന്. പക്ഷേ ഇന്നലെ വന്നിട്ടുള്ള ഒരു വാർത്ത ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ പടിഞ്ഞാറൻ ഭാഗത്ത് തന്നെയുള്ള ഇമാം അലി ഫെസിലിറ്റി ഉണ്ട്. ഈ ഇമാം അലി ഫെസിലിറ്റിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നോ അവിടുത്തെ ചിത്രങ്ങൾ എന്താണെന്നോ സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ല. കുറച്ച് ഓൾഡ് പിക്ചേഴ്സും കാര്യങ്ങളും മാത്രമേ ഇപ്പം എല്ലാ ആളുകളുടെയും കയ്യിലുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നും ആണ് പിന്നെ ഇറാൻ കൂടുതലായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതുവരെ ട്രാക്ക് ചെയ്യാനൊന്നും അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു ഉപഗ്രഹങ്ങൾക്കും ഈ ഒരു ഭൂഗർഭ കോട്ട ശൃംഖലയുടെ ഒരു ഡീറ്റെയിൽസും ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് ഇറാൻ്റെ മധ്യ മലനിരകളിലെ ആഴത്തിൽ കൊത്തിയെടുത്തിട്ടുള്ള മിസൈൽ നഗരങ്ങളാണ് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഭൂഗർഭ താവളങ്ങളുടെയും പൊതുവായിട്ടുള്ള നിർമ്മാണത്തിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ബലപ്പെടുത്തിയിട്ടുള്ള കോൺക്രീറ്റ് പാളികളുടെ അവസ്ഥകൾ എന്താണെന്നോ അത് എത്രത്തോളം ആഴത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നതിനെപ്പറ്റി ഒരു ഐഡിയകളും ആർക്കുമില്ല. ഇത് മാത്രമല്ല, ഈ കൂറ്റൻ തുരങ്കങ്ങളുടെ സൈനിക ആസ്തികൾക്കും വാഹനങ്ങൾക്കും മിസൈൽ ലോഞ്ചറുകൾക്കും ഭൂഗർഭത്തിലൂടെ സുരക്ഷിതമായിട്ട് നീങ്ങാനുള്ള അവസരം അവർ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു മൊബിലിറ്റി അത്രത്തോളം ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ നിന്നും സാധാരണ വ്യോമാക്രമണങ്ങളിൽ നിന്നും ഇവ പൂർണ്ണമായിട്ടും മായ്ക്കപ്പെട്ട അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഫെസിലിറ്റി അവർ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും ഇതുവരെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും ഒരു രീതിയിലും അങ്ങോട്ടൊന്നും പ്രതിഫലിച്ചിട്ടില്ല
എന്നാണ് ഇന്നലത്തെ ഒക്കെ ആക്രമണത്തിൽ നിന്ന്, ഇറാൻ്റെ ആക്രമണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഷാഹിദ് 3 പോലത്തെ മിസൈൽ ഡ്രോണുകളൊക്കെ അവിടെ നിന്നാണ് അവർ നിയന്ത്രിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഇല്ല എന്നായിരുന്നു ഇതുവരെയുള്ള പ്രസ്താവന. പക്ഷേ ഇന്നലെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ മൊത്തം ഈ ഒരു ലോഞ്ചിങ് പാഡുകളിൽ നിന്നായിരുന്നു ഇവിടുത്തെ. അപ്പോൾ അമേരിക്ക പറഞ്ഞതും അല്ലെങ്കിൽ അമേരിക്ക വിചാരിച്ചതും ഒന്നുമല്ല ഇറാനിൽ നടന്നിട്ടുള്ളത്. ഇവിടുത്തെ ഇമാം അലി ബേസിൽ നിന്നുള്ള മിസൈലുകൾ വിക്ഷേപിക്കുക, അതായത് പടിഞ്ഞാറൻ ഇറാൻ പോലുള്ള അവരുടെ ഒരു മിസൈൽ നഗരമാണ് ഈ പടിഞ്ഞാറൻ ഇറാൻ. അവിടുത്തെ ഈ ലോഞ്ചർ, ഈ ഖുറാമാബാദിലെ ഈ ഒരു സിസ്റ്റം കംപ്ലീറ്റ്ലി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇറാൻ. 2ലധികം യുദ്ധങ്ങൾ മാസങ്ങളോളം നീണ്ടു കിടന്നിട്ടും കടുത്ത ബോംബാക്രമണങ്ങൾക്ക് ശേഷവും ഈ ബേസ് ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു എന്നത് വലിയൊരു കാര്യമായിട്ടാണ് ഇപ്പം ആളുകൾ കാണുന്നത്. കാരണം ഇതൊക്കെ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള പാഡുകളും അല്ലെങ്കിൽ മിസൈൽ സിസ്റ്റങ്ങളുമാണ്, മിസൈൽ സിറ്റിയുടെ ഭാഗമായിട്ട്. ഇനി ഇതല്ലാത്ത എത്ര സ്ഥലങ്ങൾ ഇറാൻ്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ മലനിരകളുടെ അടിയിൽ ഇറാൻ്റെ ലോഞ്ചിങ് പാഡുകളും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും സത്യം പറഞ്ഞാൽ അമേരിക്കക്കോ ഇസ്രായേലിനോ അറിയില്ല. അവരറിയുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ തീർത്തു എന്ന് പറഞ്ഞ് ആ സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇപ്പോഴും മിസൈൽ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. അപ്പം ഇത് എത്രത്തോളം ദിവസം കൂടുന്തോറും ഇത് എത്രത്തോളം വേഴ്സ് ആയിക്കൊണ്ടിരിക്കും, ഇത് എഫക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ GCC രാജ്യങ്ങളായിരിക്കും. ഇസ്രായേൽ ഇതിലോട്ട് നേരിട്ട് തലയിട്ട്, അത് ഇതുവരെ ഇസ്രായേൽ പിന്നുള്ള കളികൾ മാത്രമാണ്. ഇപ്പം ഇനി ഇസ്രായേൽ നേരിട്ട് തലയിട്ട് കഴിഞ്ഞാൽ പിന്നെ എഫക്ട് ചെയ്യാൻ പോകുന്നത് ഇസ്രായേലിലുമായിരിക്കും. അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമില്ല, അവർ കുറച്ച് സാമ്പത്തിക നാശം അവർക്കുണ്ട്, കുറേ സൈനികർ മരിക്കും, കുറേ അവരുടെ കുറേ സിസ്റ്റംസ് ഇല്ലാണ്ടാവും എന്നല്ലാണ്ട് വല്ലാതല്ലാത്ത രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും അമേരിക്കയ്ക്ക് ഈ ഒരു യുദ്ധത്തിൽ വേറെ വരുന്നില്ല.